ഗാസയിൽ ഇസ്രായേൽ നടത്തി വരുന്ന കൂട്ടക്കുരുതി അതിൻ്റെ അവസാന ലാപ്പിലേക്ക് തന്നെ പോകുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. കാരണം അത്രയേറെ ശക്തമായിട്ടുള്ള മിസൈൽ ആക്രമണവും അതുപോലെ തന്നെ നിരായുധരായ മനുഷ്യർക്ക് നേരെയുള്ള ഒന്നിനു പിറകെ ഒന്നായിട്ടുള്ള വംശഹത്യയുമാണ് ഇസ്രായേൽ കഴിഞ്ഞ 22 മാസങ്ങളായി ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഇപ്പോൾ നമുക്കറിയാം UN ഫലസ്തീൻ്റെ സ്വതന്ത്ര മോചനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വോട്ടിനിട്ട് പാസാക്കി. അതിൽ 140-ലധികം രാജ്യങ്ങൾ കൃത്യമായി ഫലസ്തീൻ്റെ മോചനവും അവിടെ സമ്പൂർണ്ണ അവകാശം, അതിനൊരു രാജ്യ പദവി തന്നെയാണ് കൊടുക്കേണ്ടത്, അത് നൽകേണ്ടത് അനിവാര്യമാണെന്ന് പറയുന്നതോടെ ഹാലിളകിയ ഇസ്രയേലികൾ വീണ്ടും വീണ്ടും വെടിയുതിർക്കുകയാണ്. ഗാസ മുനമ്പിനെ ചുട്ട് ചാമ്പലാക്കാൻ വേണ്ടി ശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ്. അതായത് ഇനിയൊരു മനുഷ്യ കുഞ്ഞു പോലും അവിടെ ബാക്കി കാണരുത് എന്ന ഏറ്റവും കൊടൂരമായ നീക്കമാണ് ഇപ്പോൾ ഇസ്രായേൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതിൽ ഇനി ആകെ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവർ ഏറ്റവും കൂടുതൽ കാത്തിരിക്കുന്നത് ഇറാൻ്റെ ആക്രമണം ഏത് നിമിഷവും ഉണ്ടായേക്കാം എന്നത് തന്നെയാണ്. ഇറാൻ ഇനി കാത്തു നിൽക്കാൻ സമയമില്ല. ഹിസ്ബുള്ളയും ഹമാസും നടത്തുന്ന ഒറ്റപ്പെട്ട ആക്രമണങ്ങളല്ല, ഇറാൻ നേരിട്ട് ഇസ്രായേലിനെതിരെയുള്ള ആക്രമണം അഴിച്ചു വിടുമോ എന്നുള്ളത് മാത്രമാണ് ഇനി കാണേണ്ടത്. അമേരിക്ക എല്ലാ രീതിയിലും ഖത്തറിലേക്ക് നടന്ന ആക്രമണത്തെ അപലപിച്ചിരുന്നു. പക്ഷേ ഖത്തർ വളരെ വ്യക്തമായ ഒരു നിലപാടെടുത്തു. അറേബ്യൻ രാജ്യങ്ങളുടെ കൂട്ടായ്മയിൽ, ഗൾഫ് രാജ്യങ്ങളുടെ കൂട്ടായ്മയിൽ വളരെ വ്യക്തമായി ആ ഉച്ചകോടിയിൽ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം എന്നത് ഒരു രീതിയിലും ഞങ്ങൾക്ക് ഇത് ടോളറേറ്റ് ചെയ്യാൻ, സഹിക്കാനോ ക്ഷമിക്കാനോ കഴിയുന്നതല്ല. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇസ്രായേൽ ഞങ്ങളുടെ പൊതുശത്രുവാണ്. പൊതുശത്രുവിനെതിരെ ഞങ്ങളുടെ അറബ് രാജ്യങ്ങൾ ഒറ്റക്കെട്ടായി തന്നെ നിൽക്കും. ഇറാനെ ഞങ്ങൾ പല കാലത്തും പരിപൂർണമായി വിശ്വസിച്ചിരുന്നില്ല. എന്നാൽ ഈ വിഷയത്തിൽ ഇറാൻ പറയുന്ന നിലപാട് അത്യന്തികം സത്യമാണ്. ഞങ്ങൾക്ക് ഇറാനോടൊപ്പം നിൽക്കാൻ തന്നെയാണ് താല്പര്യം. അമേരിക്കയുടെ അജണ്ടകളെ ഞങ്ങൾ പൊളിച്ചെടുക്കുന്നു. ഒന്ന് ആലോചിക്കണം, സൗദിയും അതുപോലെ തന്നെ UAE ഒക്കെ ഇറാൻ്റെ പല വിഷയങ്ങളിലോടും എതിർപ്പ് കാണിച്ചവരാണ്. എന്നാൽ ഇപ്പോൾ ഇറാനോടൊപ്പം തോളോട് തോൾ ചേർന്ന് നിന്നുകൊണ്ട് പൊരുതാൻ തീരുമാനിച്ചിരിക്കുന്നു. അതേസമയം ഈ സാഹചര്യത്തിൽ ഗാസ മുനമ്പിൽ നടക്കുന്ന കാട്ടുക്രൂരത, ആ നരഹത്യ കണ്ടില്ല എന്ന് നടിക്കാൻ ഇറാന് കഴിയില്ല. യമനിലെ ഹൂതി വിമതർ, പ്രത്യേകിച്ചും യഹിയ സരിയുടെ നേതൃത്വത്തിലുള്ള ഹൂതി വിമതർ, നമുക്കറിയാം, അവർ നേരത്തെ ചെങ്കടൽ കേന്ദ്രീകരിച്ച് ചരക്ക് ഗതാഗതം തടസ്സപ്പെടുത്തുന്ന രീതിയിലുള്ള ആക്രമണം നടത്തിയതിനു ശേഷം ഇസ്രയേലിലേക്ക് നേരിട്ടുള്ള ആക്രമണത്തിലേക്ക് അവർ സ്വിച്ച് ഓൺ ചെയ്തിരുന്നു. എന്നാൽ ഇനി സംയുക്തമായ നീക്കം ഇറാൻ്റെ ഭാഗത്തു നിന്നും ഗൾഫ് രാജ്യങ്ങളുടെ ഭാഗത്തു നിന്നും അക്രമ ശൈലിയിലേക്ക് തന്നെ നീങ്ങുന്നു. അതിനു വേണ്ടിയുള്ള പിന്തുണയും അതിനുവേണ്ടിയുള്ള എല്ലാ രീതിയിലുള്ള സഹായങ്ങളും അഭ്യർത്ഥിക്കുകയും അതിനുവേണ്ടിയുള്ള ശ്രമങ്ങളുമാണ്. UN-നെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനൊരു റെസൊല്യൂഷൻ പാസ്സാക്കിയത് കൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയുന്നു? നിങ്ങൾക്ക് ഇടപെടാൻ കഴിയുന്നില്ല. നിങ്ങൾക്ക് ഇസ്രായേൽ മര്യാദയ്ക്ക് അവരെ അടക്കി നിർത്താൻ കഴിയുന്നില്ല. പിന്നെ നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ ഒരു തട്ടിക്കൂട്ട് സംഘടന? സുരക്ഷാ സമിതി എന്തിനാണ്? സുരക്ഷാ സമിതിയിലെ അംഗരാജ്യങ്ങൾ പറയുന്നത് പുല്ല് വിലയ്ക്ക് എടുക്കുകയാണെങ്കിൽ, ഗൗനിക്കാതിരിക്കുകയാണെങ്കിൽ പിന്നെ എന്തിനാണ് ഇത്തരത്തിലുള്ള പ്രഹസനങ്ങൾ? ഞങ്ങൾ നേരിട്ട് ഇസ്രായേലിനെ അതിൻ്റെ മറുപടി കൊടുത്തോളാം. പാവപ്പെട്ട മരിച്ചു വീഴുന്ന കുഞ്ഞു ജീവനുകൾക്ക് ഞങ്ങൾക്ക് അതിന് കണക്ക് ചോദിച്ചേ മതിയാകൂ എന്ന് കൃത്യമായി ഇറാൻ പറഞ്ഞിരിക്കുന്നു.